ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന്. ഷാജഹാൻ, ഇനി അല്പസമയത്തിനകം VS അവിടെ എത്തിച്ചേരും. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അഭിവാദ്യം അർപ്പിക്കാൻ കേരളത്തിൻ്റെ പരിച്ഛേദം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? യാത്ര ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലുമായ മഴയാണ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെടുന്നത്. ഇപ്പോൾ മണി 6 മണിയായിരിക്കുന്നു. ഏതാണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുൻകൂട്ടി അറിയിച്ചതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പൊതുദർശനവും കഴിഞ്ഞ് വലിയ ചുടുകാടിലേക്ക് സംസ്കാരത്തിന് കൊണ്ടുപോകേണ്ട സമയവും കടന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ പൊതുദർശനത്തിനായിട്ട് എത്തിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇനി ഇപ്പോൾ 6 മണിയായിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഇവിടെ ഒരു വലിയ ജനസാഗരം തന്നെ ഇവിടെ അദ്ദേഹത്തെ ഒരു നോക്കി കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ടും VSനെ സ്നേഹിക്കുന്നവർ എത്തിയിരിക്കുന്നത്. അവർ എനിക്ക് തോന്നുന്നത് രാവിലെ മുതൽ തന്നെ ഈ മുദ്രാവാക്യം വിളി ഇവിടെ എത്തിയപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ഈ മുദ്രാവാക്യം വിളികളോടുകൂടി മഴയെ അവഗണിച്ചുകൊണ്ട് ഈ മഴയത്ത് നനഞ്ഞ് കുളിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കാര്യം അവരിൽ പലരും പറയുന്നത് എത്ര മഴ പെയ്താലും എത്ര ശക്തമായ മഴ പെയ്താലും ഞങ്ങൾ ഇവിടെ നിന്നും പോകില്ല, ഞങ്ങളുടെ VSനെ അവസാനമായി ഒരു നോക്ക് കണ്ടതിന് ശേഷം മാത്രമേ പോകുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതാണ് നമുക്ക് അവരുടെ ആ ആവേശം, അവർ എത്രത്തോളം VSനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വേദിക്കുള്ളിലേക്ക് അവരെ ഇപ്പോഴും കടത്തിവിട്ടിട്ടില്ല. കാര്യം അവരിപ്പോൾ ഈ വേദിക്കുള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ VSന്റെ വിനോദയാത്രയുമായി എത്തുമ്പോൾ അതിന് ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ വെളിയിൽ വെച്ചാണ് അല്പസമയത്തിന് ശേഷം മാത്രമേ ഇവരെ ഈ പ്രത്യേകം തയ്യാറാക്കി പന്തലിലേക്ക് കടത്തുകയുള്ളൂ. ശക്തമായ മഴയാണുള്ളത്. ഈ ശക്തമായ മഴയെ അവഗണിച്ചുകൊണ്ടാണ് പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങൾ VSനെ അവസാനമായി ഒരു നോക്കി കാണാനായി ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിന്റെ പുറത്ത് തടുത്തുകൂടി നിൽക്കുന്നത്. വയലാറിൻ്റെ വീരപുത്രൻ VS അച്യുതാനന്ദൻ, കേരളത്തിൻ്റെ സമാരാധ്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളി VS അച്യുതാനന്ദൻ അന്ത്യയാത്ര. അദ്ദേഹത്തിൻ്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന, പുന്നപ്ര വയലാറിൻ്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന, രണസ്മരണകൾ ഉറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ മണ്ണിലേക്ക്, പുന്നപ്ര വയലാറിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനെത്തിക്കും. അവിടെ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് കനത്ത മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്. ആ മഴയിലും ആവേശം ചോരാതെ ഒരു മാത്ര VSനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന അനേകായിരങ്ങൾ. അവർ ഉച്ചത്തിൽ വിളിക്കുകയാണ്, VS നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന്. വയലാർ രാമവർമ്മയുടെ സംസ്കാരത്തിൻ്റെ നാളങ്ങൾ എന്ന കവിതയിൽ പറയുന്നത് പോലെ അന്നത്തെ കേരളീയ സാമൂഹിക സാഹചര്യം, അന്നത്തെ കേരളത്തെ പ്രത്യേകിച്ചും ആലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും കർഷക തൊഴിലാളികൾ നേരിട്ട ദുരിതങ്ങൾ, പണ്ടിവിടത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകാം. അവരെ കണ്ടാൽ സമുദായത്തിന് അടിമുടി കലികയറും. ഒരു നേരം ആഹാരം കഴിക്കാനാകാതെ, വസ്ത്രം ധരിക്കാനാകാത്ത വലിയൊരു തലമുറ, ആ തലമുറയ്ക്ക് വേണ്ടി അഹോരാത്രം ജീവിതം മാറ്റിവെച്ച, ജീവിതം മുഴുവൻ രാഷ്ട്രീയ സമരമാക്കി മാറ്റിയ VS അവരുടെ ജീവിതത്തെ മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ, കൂടുതൽ തെളിച്ചമുള്ളതാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന ആ ടൂൾ, ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കരുത്തായി ഉപയോഗിച്ചുകൊണ്ട് VS നടത്തിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നതാണ് ഇന്നത്തെ കേരളം. ആ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയ, കേരളം നമ്പർ 1, എല്ലാത്തിലും ഒന്നാമതാണ് കേരളമെന്ന് ദേശീയ സൂചികകളിൽ പോലും എടുത്തു പറയുമ്പോൾ ഓർക്കുകയാണ് VS നിങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ. കേരളത്തിലെ നെൽവയൽ നീർത്തട നിയമം കൊണ്ടുവന്നത്, അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, ഓപ്പൺ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അത് കൊണ്ടുവരുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തത്, കുടുംബശ്രീ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കരുത്ത് നൽകിയത്, അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളെടുത്ത ആ തീരുമാനങ്ങൾ കേരളം വീണ്ടും ഓർക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം കടന്നു വരുന്നത് പുതുതായി നിർമ്മിച്ച കേരളത്തിൻ്റെ പുതിയ പാലങ്ങളിലൂടെയാണ്. വികസനത്തിൻ്റെ ഈ പുതിയ പാലങ്ങൾ VS നിങ്ങൾ കാണുന്നുണ്ടാകണം. 5 വർഷം മുമ്പ് നിങ്ങൾ കണ്ട കാഴ്ചയല്ല കേരളം ഇപ്പോൾ കാണുന്നത്.
എമ്പാടും പുതിയ പാലങ്ങൾ, പുതിയ റോഡുകൾ, പുതിയ സ്കൂളുകൾ, പുതിയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്ങനെ മെച്ചപ്പെട്ട ഒരു കേരളത്തെ നിങ്ങൾ അടിത്തറ പാകിയ ആ കേരളത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ മുന്നേറുന്നത്. മൂന്നാം പിണറായി സർക്കാരിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ഈ പ്രസ്ഥാനത്തിന്, ഈ കേരളത്തിന് കരുത്താവുക തന്നെ ചെയ്യും. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ കൊണ്ടുവന്ന മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, അതുതന്നെയാണ് കേരളം ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം പിണറായി സർക്കാർ, മൂന്നാം LDF സർക്കാർ വരണമെന്ന് കേരളം ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ഓർമ്മകളാണ്, നിങ്ങൾ നൽകിയ പാർട്ടിയുടെ കരുത്താണ് കേരളത്തിൻ്റെ കരുത്ത് എന്ന് കേരളം ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു.